കണ്ണൂരിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും അറക്കൽ മ്യൂസിയവുമാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. ഫസ്റ്റ് 2 പാർട്ടും കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രാജവെമ്പാല ഉൾപ്പെടെ 150ഓളം പാമ്പുകളും മീൻ മുതൽ മുതല വരെയുള്ള 3 ഏക്കറിൽ നിറഞ്ഞിരിക്കുന്ന മൃഗശാലയുടെ കാഴ്ചകളും വടക്കൻ മലബാറിന്റെ ചരിത്രം ഉറങ്ങുന്ന അറക്കൽ രാജവംശത്തിന്റെ ശേഷിപ്പുകളും നിറഞ്ഞ അറക്കൽ മ്യൂസിയവും കാണാം. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. റൂം വെക്കേറ്റ് ചെയ്ത് സ്നേക്ക് പാർക്കിലേക്കുള്ള യാത്രയ്ക്കിറങ്ങി. ഒരു ഓട്ടോ പിടിക്കാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് അധികം ദൂരമില്ലല്ലോ. മുത്തപ്പനെ തേടി ഇന്ന് നല്ല തിരക്കുണ്ട്. 2 ഓരവും കടകളെല്ലാം ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. ഓട്ടോയിൽ കയറി കാഴ്ചകളിലേക്ക് മുഴുകി. അങ്ങനെ സ്നേക്ക് പാർക്കിലേക്ക് എത്തി. പുറത്തൊരു ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വിൽക്കുന്ന കട കണ്ടപ്പോൾ ചെറിയൊരു കൊതി. ദാഹം തീർത്ത് കൊതിയും തീർത്ത് പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ടിക്കറ്റ് എടുത്തു. നല്ല തിരക്കുണ്ട്. പോരാത്തതിന് സ്കൂളിൽ നിന്നും ട്രിപ്പായിട്ട് ഒരുപാട് കുഞ്ഞു ചട്ടമ്പികളും വന്നിട്ടുണ്ട്. അവരെ മേയ്ക്കാൻ പാടുപെടുന്ന ടീച്ചേഴ്സും. അതൊരു കാഴ്ചയാണ്. സ്നേക്ക് പാർക്കിന്റെ അകത്ത് കയറി ഒരാൾക്ക് 50 രൂപയാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന്റെ ഇവിടെ നിന്ന് ഒരു 100 രൂപയുടെ പോയിന്റ് ആണ് ഓട്ടോയിൽ. അല്ലാതെ ബസ്സൊക്കെ അവൈലബിൾ ആണ്. നല്ല രസമുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ആദ്യം നീർക്കോലി പാമ്പെന്ന് പറഞ്ഞിട്ട് മീനാണ്. കയറുന്ന ഭാഗത്ത് കാലാണ് വിമുക്തമാക്കി വേണം മുന്നോട്ടുള്ള നടത്തം. ആദ്യമേ എത്തുന്നത് മീനുകളുടെ പ്രദർശനമുള്ളൊരു ഭാഗത്തേക്കാണ്. പേരൊക്കെ വായിക്കാൻ നല്ല രസമാണ്. കബൂട്ടോ കോയി തുടങ്ങി ഒരുപാടുണ്ട്. അവരെ കാണുന്നതിലും സമയം പേര് വായിക്കാനെടുക്കും. സയൻറ്റിഫിക് നെയിംസും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്ക് നല്ല ഉപകാരമാവുന്ന സ്ഥലമാണ്. ഇവരുടെ ചലനങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അക്വേറിയം ടാങ്കുകളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. കാണാൻ അഴകുള്ള പല വെറൈറ്റി മീനുകളും. ഇരുട്ടിൽ ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ച് ടാങ്കുകൾ പ്രത്യേകം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. അതിശയത്തോടെ ഓരോ കാഴ്ചകളും കണ്ട് മുന്നോട്ട് നടന്നു. രാത്രികാല മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക രാത്രികാല ആവാസ വ്യവസ്ഥയെ അനുകരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പ്രദർശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക മൃഗശാല അല്ലെങ്കിൽ അക്വേറിയം പ്രദർശനമാണ്. ഇരുട്ടിൽ കൂടുതൽ സഞ്ചരിക്കുകയും ഇരപിടിക്കുകയൊക്കെ ചെയ്യുന്ന ജീവികളുടെ ഒരു ഇടമാണ് ഈ ഗുഹാ സെറ്റപ്പിലുള്ളത്. ഫുൾ ഇരുട്ടിൽ ഒരു ചുവപ്പും ഒപ്പം അവരും. ഇരുട്ടത്ത് ഇവരെ കാണുമ്പോൾ ചെറിയൊരു പേടിയും തോന്നും. അങ്ങനെ ആ ഗുഹയുടെ ടൈപ്പ് ആ സംഭവത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങോട്ട് വരുന്നപ്പോൾ വലിയൊരു കേജാണ്. അതിനകത്ത് നമ്മുടെ കുരങ്ങന്മാരെ മൊത്തം ഇട്ടേക്കുകയാണ്. എല്ലാം വെകളി പിടിച്ചവന്മാരാണ്. കൂട്ടിനുള്ളിലെങ്കിലും ചാടി തിമിർത്ത് നടക്കുവാണ് കുരങ്ങിൻ കൂട്ടം. ഒപ്പം നല്ല കുസൃതി നിറഞ്ഞ ചേഷ്ടകളും മറ്റെങ്ങും ഇല്ലാത്ത തിരക്കുമുണ്ട് ഇവരെ കാണാനായിട്ട്. തുടക്കത്തിൽ തന്നെ തൻ്റെ സഹവാസികളെ സന്തോഷിക്കുന്ന ചേട്ടൻ. കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ തിരക്ക് കൂട്ടുന്നതും ഇവരെ കാണാനാണ്. ഉള്ളിൽ ഇവർക്ക് ചാടിക്കളിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുമുണ്ട്. വന്ന ആരെങ്കിലും കൊടുത്തതിൻ്റെ എന്തോ ഒന്ന് ആ കമ്പിയിൽ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ രുചി പിടിച്ച് നിൽക്കുകയാണ് എല്ലാം. അതുപോലെ പല നക്ഷത്രക്കാർക്കുള്ള ചെടികളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. പൂരം, മകീരം, തൃക്കേട്ട, അവർക്കൊക്കെ നടണം, വീട്ടിലൊക്കെ നടണമെന്ന് പറയുന്ന പല ചെടികളില്ലേ, അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. പിന്നെ നേരെ ചെല്ലുന്നത് എമുവിൻ്റെ കൂടിൻ്റെ ഭാഗത്തേക്കാണ്. ഞാൻ എത്തുന്നതിന് മുമ്പേ ചേട്ടൻ എമുവിനെ നോക്കി ഇവിടെ നിൽപ്പുണ്ട്. അല്പം ദൂരത്ത് മാറിയാണ് എമുക്കൂട്ടമുള്ളത്. ഏകദേശം 4 പേരോളം ഉണ്ട് കൂട്ടിൽ. ഇനി ബേർഡ്സിൻ്റെ ഭാഗത്തേക്കാണ്. അടുത്തത് മൂങ്ങയുടെ കൂട്. മൂങ്ങ പക്ഷേ എവിടെ നോക്കിയിട്ടും കാണാനില്ല. കൃഷ്ണപ്പെടുത്തോ അതോ സൂം ചെയ്താൽ കിട്ടാത്ത ഭാഗത്താണ് ഇതായിരിക്കുന്നുണ്ട. മൂങ്ങാന്ന് പറഞ്ഞിട്ട് പരുന്താണ്. മൂങ്ങ കൂട്ടിനകത്ത് പരുന്ത് പുറത്തു. ഇവിടേക്ക് ഈ ഡീറ്റെയിൽസ് ഉള്ള ബോർഡ് വലിയൊരു ഉപകാരമാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയുവാനും. അതുമാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് കൗതുകം നിറഞ്ഞതാണ്.
മണിക്കൂർ ഒന്നായിട്ട് മൂങ്ങ നോക്കിക്കൊണ്ട് അത് പരുന്ത. ഞാൻ കുറെ നേരമായിട്ട് മൂങ്ങ നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ക്യാമറ കൊണ്ട്. മൂങ്ങയുടെ കൂടാണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു, പക്ഷെ മൂങ്ങയും പരുന്തും ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. പരുന്തിനെ കണ്ടിട്ട് പല ആൾക്കാരും മൂങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. രസമുണ്ട് കേട്ടോ, നല്ല ആവാസ വ്യവസ്ഥയാണ്, നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലം, നല്ല തണുപ്പ്. ഒരു എന്താ പറയുക, അവർക്കൊരു ബോറടി ഫീൽ ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. സാധാരണ ഫീൽ ചെയ്യുന്നത് പോലെ, സാധാരണ കേജിൽ അടച്ചേക്കുന്ന ഒരു ഫീൽ അവർക്ക് ഉണ്ടാവത്തില്ല. നല്ല വിസ്താരത്തിലാണ് കൂടുകളെല്ലാം പോയേക്കുന്നത്. അതുപോലെ നല്ല മരങ്ങളൊക്കെ അതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് മയിലേട്ടൻ. നല്ല ഉയരമുള്ള വിസ്താരമുള്ള കൂടാണ്. പീലിയുള്ളവരൊക്കെ അങ്ങ് മുകളിലൊരു മരക്കൊമ്പിലാണ്. ക്യാമറ അങ്ങ് വരെ എത്തുന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് പെരുമ്പാമ്പുകളുടെ ഗേജാണ്. കൂട്ടിലെങ്കിലും അവരുടെ ചലനങ്ങളൊക്കെ ചെറിയ പേടിയോടെ കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. പല കൂടുകളിലായി, പല ദേശം, പല ഇനം. പിന്നെ ഇപ്പോൾ ഒട്ടുമിക്ക പെറ്റ് ഷോപ്പുകളിലും താരമായിട്ടുള്ള ഇഗ്വാനുകളും ഉണ്ട്. ഈ വഴിയിൽ കാട്ടുപൂച്ചയും മരപ്പട്ടിയും ഒക്കെ കാഴ്ചകളായിരുന്നു കേട്ടോ. എല്ലാവരും പൊത്തിലൊക്കെ കയറി ഉറക്കമായിരുന്നു. അതുകൊണ്ട് അവരുടെ വിഷ്വൽസ് ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ ഒരു രസമുള്ള കാഴ്ചകളായിരുന്നു. മുതലകളൊക്കെ കൂട്ടത്തോടെ കഴിയുന്ന കേജായി. കുരങ്ങന്മാർ കഴിഞ്ഞാൽ ഇവരെ കാണാനാണ് നല്ല തിരക്കുള്ളത്, കുറച്ച് ഡിമാൻഡും ഉള്ളത്. ഇവരുടെ സ്വാഭാവിക രീതിയിൽ തന്നെയാണ് ചലനങ്ങളൊന്നുമില്ലാത്ത കിടപ്പ്. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. കരയ്ക്കും കുളത്തിലുമായി അങ്ങനെ കിടക്കുന്നു. എല്ലാവരും ഇവിടുത്തെ ഗ്രീനറിയൊക്കെ ആസ്വദിച്ച് സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ആയിട്ട് നിൽക്കുന്നു, അടിച്ച് പൊളിച്ച്. കൂടുതലും ഫാമിലീസാണ്. ഈ ഭാഗത്ത് ചെറിയ ഇനം പാമ്പുകളുടെ കേജാണ്. 3-4 ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. ചെറിയ ഇനം പാമ്പുകളുടെ കേജിൻ്റെ തൊട്ടു മുന്നിലായി കോബ്ര ഹൗസും. ഇവിടെയാണ് ഏറ്റവും തിരക്കുള്ളത്. കാരണം കണ്ടില്ലേ, ഇടയ്ക്ക് പത്തി പൊക്കിയും താഴ്ത്തിയും വരുന്നവർക്ക് പേടിയും കൗതുകവും അത്ഭുതവും നിറയ്ക്കുന്നു. കൂട്ടിലായതുകൊണ്ട് നമുക്ക് അടുത്ത് നിന്ന് ആസ്വദിക്കാം അല്ലേ. കിങ് കോബ്ര, രാജവെമ്പാല. മറുഭാഗത്തൊരു ഗ്ലാസ് കേജിൽ രാജവെമ്പാലയുടെ കേജാണ്. ഉള്ളിലൊരു ഭാഗത്ത് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. കുട്ടികൾക്കായി ചെറിയ ഇനം പാർക്കുകളും പല വർണ്ണങ്ങളിലുള്ള വളർത്തു മീനുകളും തിയേറ്ററും ഷോപ്പും ഒക്കെ ഇവിടെയുണ്ട്. കുട്ടികളുമായി എത്തിയ എല്ലാവർക്കും ഈ ഭാഗത്ത് വരുമ്പോൾ നല്ല പടി കിട്ടുന്നുണ്ട്. കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും ഒക്കെ കണ്ട് നല്ല ബഹളമാണ്. ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കിട്ടുന്നൊരു ഷോപ്പും ഉണ്ട്. ഞങ്ങളൊരു പൈനാപ്പിളൊക്കെ വാങ്ങിക്കഴിച്ചു. പൈനാപ്പിളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടം പോലെ സൈഡ് നടക്കുന്നുണ്ട്. വാങ്ങിയവർ വീണ്ടും വാങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ പല ഷോപ്പുകളുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് ഒടുവിൽ പുറത്തേക്കിറങ്ങി സ്റ്റാൻഡിലെത്തി പറശ്ശിനിക്കടവിനോട് വിട പറഞ്ഞ് അറക്കൽ മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്കുള്ള യാത്ര തുടങ്ങി. KSRTCയിൽ അല്പം ഉറങ്ങിയും കാഴ്ചകൾ കണ്ടും ഒരു യാത്ര. വഴിവരെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഒടുവിൽ ടൗൺ എത്തി. സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. അടുത്ത ലക്ഷ്യം തേടി അറക്കൽ മ്യൂസിയം. നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. കാർമേഘം കൊണ്ട് മൂടിക്കെട്ടി നിപ്പാണ്. കാഴ്ചകൾ കണ്ട് പെട്ടെന്ന് മടങ്ങണം, ഇല്ലെങ്കിൽ വഴിയിൽ പെട്ടാൽ ട്രെയിൻ മിസ്സാകും. ടൗണിലധികം തിരക്കില്ല. അധികം വൈകാതെ അറക്കൽ മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്കെത്തി. ഈ വൈറ്റ് ബിൽഡിംഗ് ആണ്. മുന്നിൽ ഇറങ്ങി അകത്തേക്ക് കയറി. കയറുന്ന ഭാഗത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് നടന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തി ഇന്നും ആ പഴമയുടെ പ്രതാപം കാഴ്ചയാവുന്ന ഇടം. അറക്കൽ രാജകുടുംബത്തിൻ്റെ കഥകളും വിവരങ്ങളും എല്ലാം വായിച്ച് മുന്നോട്ട് നടന്നു. പണ്ടത്തെ ചെമ്പ് പാത്രങ്ങളും തടിക്കസേരയും വിളക്കുകളും തുടങ്ങി ഒരുപാടുണ്ട് കാഴ്ചയായിട്ടിവിടെ. 2 നിലകളിലായാണ് ഈ മ്യൂസിയം ഉള്ളത്. നല്ല തടി പണിഞ്ഞ പടി ഇതെല്ലാം കൂടെ പിടിച്ചോണ്ട് കയറുന്നതായിരിക്കും. പണ്ടത്തെ തടിപ്പെട്ടി, ആധാരപ്പെട്ടി. ഒരു കാലഘട്ടത്തിൻ്റെ കാഴ്ചകളും ഓർമ്മകളും നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടി. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണുവാനായിട്ട്. തലപ്പാവ്. ഇന്നത്തെ തലമുറയ്ക്ക് അത്ഭുതവും കൗതുകവും തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അറക്കൽ രാജകുടുംബത്തിൻ്റെ ഓരോ ജനറേഷനിലെയും മെമ്പേഴ്സിൻ്റെ പിക്സും കൈമാറി വന്ന പല വസ്തുക്കളും എല്ലാം ഈ ഭാഗത്ത് തന്നെയുണ്ട്. പല മുറികളിലായാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന കൊത്തുപണികൾ നിറഞ്ഞ കസേരകളും ടേബിളും എല്ലാം ഒരു ഭാഗത്തുണ്ട്.
വിശുദ്ധ ഖുറാനും അന്ന് പിടിച്ചു നടന്നിരുന്ന അധികാര ചിഹ്നങ്ങളാവാം. അവ പതിപ്പിച്ച വടികളും യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകളും ഒക്കെ ഇവിടെയുണ്ട്. കംപ്ലീറ്റ് തടിയാണ്, ഫ്ലോർ മൊത്തം തടിയിലാണ് തീർത്തേക്കുന്നത്. അതുപോലെ 2 സൈഡിലും ഇഷ്ടം പോലെ ജനലും എല്ലാം നല്ല ഉഗ്രം തടിയിൽ പണിയേക്കുക. ഈ 2 സൈഡിലൊക്കെ ഇരുന്ന് ഇവിടുത്തെ 2 ഭാഗത്തെയും കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് അപ്പുറത്തെ സൈഡിൽ റോഡിൻ്റെ സൈഡിനോട് ചേർന്നാണ് ഈ ഒരു മ്യൂസിയം അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ ഭാഗം നിൽക്കുന്നത്. റോഡിൽ കൂടി വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് ഈ ഭാഗത്തിരിക്കാൻ നല്ല രസമാണ്. കണ്ട് പതുക്കെ പതുക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട് നീങ്ങാം. ഉണ്ടോ പഴയൊരു മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്നൊരു എഫക്റ്റ് ഇല്ലേ, അതുപോലെ ഉണ്ട്. ജനലുകളൊക്കെ ഓരോ കളറുകൾ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് സൂര്യപ്രകാശമൊക്കെ കയറുമ്പോഴത്തേക്ക് ആ ഒരു എഫക്റ്റ് ഭിത്തിയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. താഴേക്കിറങ്ങി എക്സിറ്റിൻ്റെ ഭാഗത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സ് ആണ്. ആ കാലത്തെ കപ്പലുകളും ബിൽഡിങ്സിൻ്റെ ഒക്കെ പെയിൻറ്റിങ്സ് ഈ ഭാഗത്തുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്കിറങ്ങി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത്. ഇവിടെ നല്ല തിരക്ക്. കിട്ടിയ സീറ്റ് പിടിച്ച് ഫുഡ് കഴിച്ചു. തരക്കേടില്ലാത്ത നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് പുറത്തേക്കിറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നടന്നു. വീട്ടിലേക്ക് ഇനി കുറച്ച് സ്വീറ്റ്സും കണ്ണൂർ വെറൈറ്റി ഐറ്റംസും ഒക്കെ വാങ്ങിക്കണം. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് തൊട്ടു മുന്നിലായി ഒരു ഷോപ്പ് കണ്ടു. അവിടെ നിന്ന് തന്നെ വാങ്ങി. എല്ലാം നല്ല രുചിയുള്ള ഐറ്റംസ് ആയിരുന്നു. ഇനി വീട്ടിലേക്കാണ് യാത്ര. കണ്ണൂർ യാത്ര അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. എന്നും ഓർക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകൾ ഈ നാട് തന്നു. ഒരുപാട് നല്ല മനുഷ്യരെ കണ്ട് ഈ നാടറിഞ്ഞ ഒരു യാത്രയായിരുന്നു. തിരികെ ട്രെയിൻ കയറി നാട്ടിലെത്തിയപ്പോൾ രാത്രിയായി. ചെറിയ മഴയുടെ തണുപ്പിൽ ട്രെയിൻ നോക്കി മുന്നോട്ട് നടന്നു. അടുത്ത കാഴ്ചകൾ തേടി.